ചങ്ങായിമാരെ, നമ്മൾ ആർ.പി. കുസൈൻ ഉണ്ടല്ല, സംഗീതയുടെ എല്ലാമായ ആർ.പി. കുസൈൻ എത്ര കിട്ടിയാലും പഠിക്കൂലട്ട. എത്ര കിട്ടിയാലും ഒരു ഉളുപ്പില്ലാണ്ട് സ്വന്തം ചാനലിൽ വന്നിരുന്നിട്ട് വീം വളക്കും. ഞാനാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ അൻസാരി ഉസ്താദ് ആർ.പി. കുസൈന്റെ അണ്ണാക്ക് കൊടുത്ത്. ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. എന്നാലും ഒരു ഉളുപ്പില്ലാണ്ട് ചാനലിൽ വന്നിട്ട് മോയിക്കൊണ്ടേയിരിക്കും. ഇന്നലെ നമ്മൾ അൻസാരി ഉസ്താദ് ആർ.പി. കുസൈന്റെ അണ്ണാക്ക് കൊടുത്ത വീഡിയോ കുറച്ചായിട്ട് നമുക്കൊന്ന് കണ്ടാലോ? ബാ. പിന്നെ അടുത്തത് എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നുവെച്ചാൽ അള്ളാഹു അല്ലാതെ വേറൊരാളില്ല, ആരാധനക്ക് അർഹനായി മറ്റാരുമില്ലാന്ന്. അപ്പൊ പിന്നെ കൃഷ്ണനും രാമനൊക്കെ പിന്നെ മാങ്ങ പറിക്കാൻ പോകും. വേറൊരാൾക്കാരെ മതലിടോ. അപ്പൊ നിങ്ങൾ ആ ദൈവങ്ങളെ അവഹേളിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇവിടെ രാമനും ഇവിടെ ബ്രഹ്മാവും ഉള്ളപ്പോ നിങ്ങൾ 5 നേരം മൈക്ക് കെട്ടിയിട്ട് വേറെ ദൈവമൊന്നും ഇല്ല, അള്ളാഹു മാത്രമുള്ളൂ എന്ന് പറയുന്നത് തെണ്ടിത്തരല്ലേ? അത് പിന്നെ പറയാനുണ്ട് ഹാർപ്പിക്കുക. വളരെ മോശം, വളരെ മോശം. ഇവിടെ യേശുണ്ട്, ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, ശിവനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, എത്രയോ ആരാധ്യന്മാരുണ്ട്. അതിനിടയിൽ ഞങ്ങളുടെ ദൈവം മാത്രമാണ്, അള്ളാഹു മാത്രമാണ് ദൈവം എന്ന് പറയുന്നത് ശരിയാണോ? ആണോ? ശരിയാണോ? അങ്ങ് പറഞ്ഞ പോലെ അങ്ങനെ പറയൽ തെണ്ടിത്തരമാണോ? തെണ്ടിത്തരാണെന്നുണ്ടല്ല, ഏറ്റവും വലിയ തെണ്ടി ഈ ആർ.പി. കുസൈനാണ്. കാരണം ദൈവമില്ല 24 മണിക്കൂറും പറഞ്ഞിട്ട് ദൈവത്തിന്റെ പേരിൽ പുട്ടടിക്കുന്ന ഇവനെ തെണ്ടി എന്നല്ല വിളിക്കണ്ടേ, ഇവനെല്ലാം തന്തയില്ലായ്മ കാണിക്കുന്നവെന്നാ വിളിക്കേണ്ടത്. ഈ കേരളത്തിൽ കാലാകാലങ്ങളായി പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നത് കൊണ്ടോ, അമ്പലങ്ങളിൽ ഭക്തിഗാനം വിളിക്കുന്നത് കൊണ്ടോ, ക്രിസ്ത്യൻ പള്ളികളിൽ മണിയടിക്കുന്നത് കൊണ്ടോ ഇവിടുത്തെ മലയാളിക്ക്, ഇവിടുത്തെ കേരളീയന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഉത്തരേന്ത്യൻ വാണസംഖികൾ കൊടുക്കുന്ന പച്ച ചാണകം അതുപോലെ മുണുങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് അവർക്ക് വേണ്ടി കുരക്കുന്ന ഈ ആർ.പി. കുസൈന് ഇതെല്ലാം കേൾക്കുമ്പോ നല്ലോണം കുരുവട്ടും ഉസ്താദെ, നല്ലോണം കുരുവട്ടും. ഇങ്ങനെയുള്ള ആർ.പി. കുസൈന്റെ കുരു ജീവിതകാലം പൊട്ടിക്കൊണ്ടേയിരിക്കും. നമുക്കെന്തായാലും ആർ.പി. കുസൈന്റെ കുരു ഉസ്താദ് പൊട്ടിക്കുന്നത് വീണ്ടും കണ്ടുകൊണ്ടിരിക്കാം. വാ. ശരിയാണോ? അങ്ങ് പറഞ്ഞ പോലെ അങ്ങനെ പറയൽ തെണ്ടിത്തരമാണോ? ഉറപ്പിച്ചല്ലോ, മാറ്റമൊന്നുമില്ലല്ലോ. അങ്കപ്പാറ് കണ്ണ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. അതൊക്കെ വിടാ, ഇത് പറഞ്ഞേച്ചേ. യേശു മാത്രമാ രക്ഷകൻ, മറ്റൊരുത്തൻ രക്ഷയില്ല. അന്തും ബന്ധം കാണിച്ചു, അന്തും ബന്ധുവെന്നും പറയരുത്. യേശു മാത്രമാ നരകത്തിൽ പോകരുത്. ഒരേ ഒരു രക്ഷകൻ. അള്ളാഹു ഇല്ല, ബ്രഹ്മാവില്ല, വിഷ്ണു ഇല്ല, ശിവനില്ല, ശ്രീകൃഷ്ണനുമില്ല. ഒരേ ഒരു രക്ഷകൻ. ആരാന്ന് കേട്ടല്ലോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇങ്ങനെ പറയുന്നത് തെണ്ടിത്തരമാണ്. ഒരിക്കലും തെണ്ടിത്തരമല്ല. പക്ഷേ ബാങ്കിലൂടെ അവനവൻ വിശ്വസിക്കുന്ന വിശ്വാസം അനുസരിച്ച് അള്ളാഹുവാണ് ദൈവം എന്ന് ഉറച്ച നിലപാടിൽ വിശ്വസിച്ചാൽ, അത് പറഞ്ഞാൽ അപ്പൊ അത് തെണ്ടിത്തരവും. ഒരു പ്രത്യേകതരം തെണ്ടിത്തരം അല്ലേ? ബാക്കി സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയുള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. മറ്റൊരുത്തൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ, അറിയാമല്ലോ. ദൈവത്തിന്റെ മഹത്വം. യേശു മാത്രമാ ദൈവം, മറ്റൊരുത്തൻ രക്ഷയില്ല. ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളെന്നാ പറഞ്ഞ. ഒരേ ഒരു രക്ഷകൻ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിപ്പോ ക്രിസ്ത്യാനികളെ തലയ്ക്കേറുന്നത് കുറച്ച് കുഴപ്പം ആർ.പി. കുസൈന്. കാരണം ക്രിസ്സംഗികൾക്ക് വേദനിച്ചു കഴിഞ്ഞാല് ആർ.പി. കുസൈന്റെ പുട്ടടി മുടങ്ങും. ക്രിസ്സംഗികൾ പൈസ കൊടുക്കുന്ന പരിപാടിയൊക്കെ നിർത്തും. ശമ്പളം നെഹി പോകും. മുസ്ലിങ്ങളെ തെറി വിളിച്ചാൽ മാത്രമേ ക്രിസ്സംഗികളും സംഘികളും ആർ.പി. കുസൈന് എന്തെങ്കിലും കൊടുക്കൂസ്താതെ. അപ്പൊ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് തെണ്ടിത്തരം എന്നല്ലല്ലോ പറയാ, തന്തയില്ലായ്മ എന്നല്ലോ പറയാ. അപ്പം സ്വയം തന്തയില്ലാന്ന് ആർ.പി. കുസൈൻ പറയും പോലെ ആകുമ്പോൾ ഉസ്താദെ അത് സംഭവം ഉള്ളത് തന്നെയാണ്. എന്നാലും അങ്ങനെ ആർ.പി. കുസൈനെ കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയിപ്പിക്കാൻ പാടില്ല. എന്നാലും നമുക്ക് ഉസ്താദിന്റെ അടുത്ത വചനങ്ങളിലേക്ക് കടക്കാം. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാനും വിശ്വസിക്കാനും പറയാനും ഒക്കെ ഈ രാജ്യത്ത് അവകാശമുണ്ടെന്നേ. ഭരണഘടനയിൽ അതിനുള്ള അനുമതിയുണ്ട്. ഒരാൾക്ക് അങ്ങനെ വിശ്വസിക്കാനും അതങ്ങനെ പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട്. പക്ഷെ മുസ്ലിമീങ്ങൾ മാത്രം ബാങ്കിലൂടെ അവനവൻ വിശ്വസിക്കുന്ന അള്ളാഹുവാണ് ദൈവം എന്ന് പറഞ്ഞാൽ നിനക്ക് കുരുപൊട്ടും. എന്നാ പിടിച്ചോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് സാക്ഷി വയ്ക്കുന്നു. കുരുപൊട്ടുന്നുണ്ടാ? കുരുപൊട്ടുന്നുണ്ടെങ്കിൽ അങ്കപ്പാറ് കണ്ട യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ. കൂടെ വന്ന ആള് നിങ്ങളോടും പറയാ, യേശു താമേ പറഞ്ഞു കൊടുക്കണം, യേശു മാത്രമാ രക്ഷകൻ. നരകവുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ, യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എനിക്ക് ഒരു കൂട്ടുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എനിക്ക് പറയാനുള്ളത്, യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ. കൂടെ വന്ന ആള് നിങ്ങളോടും പറയാ, യേശു താമേ പറഞ്ഞു കൊടുക്കണം, യേശു മാത്രമാ രക്ഷകൻ. നരകവുണ്ട്, സ്വർഗവും. ഇത് കേട്ടപ്പോൾ നിനക്ക് ഉരുപൊട്ടിയില്ലല്ലോ. എന്നാൽ ബാങ്ക് കേൾക്കുമ്പോൾ നിനക്ക് ഉരുപൊട്ടണ്ട. ഇനി അഥവാ കുരുപൊട്ടിയാൽ ഈ കൊച്ചു പിള്ളേർക്ക് വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടി ഈ ഡോക്ടർമാർ അവരുടെ ബാങ്ക് ഭാഗത്തായിട്ട് ഒരു ചെറിയ ഗുളിക തിരുമ്പി വെക്കും. നീ ഒരെണ്ണം വാങ്ങി നിന്റെ പിന്നിൽ വെച്ചോളി, നിനക്ക് ഒരുവിധം സമാധാനം കിട്ടും. എന്നിട്ട് മാറിയില്ലെങ്കിൽ നീ എൻ്റെ അടുക്ക നല്ലൊരു ചികിത്സ ഉണ്ട്. കുൽഹു അല്ലാഹ് ഓതി ചെവിക്കൽ ഇതിർത്ത് 3 കിട്ടിയാൽ
അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും, എല്ലാ പിശാചിന്റെ ഈ 2 ചെവിയിൽ നിന്ന് നീ എന്നെ സമീപിച്ചോളി. കൊച്ചു കുട്ടികൾക്ക് വെക്കുന്ന ആ ഗുളികയൊന്നും ഇനി നമ്മൾ RP കുസൈന്റെ ബേക്കിൽ വെച്ചിട്ട് കാര്യമില്ല ഉസ്താദെ. കാരണം സംഘികൾക്കും ക്രിസംഘികൾക്കും വേണ്ടി രാപ്പകലില്ലാണ്ട് കുനിഞ്ഞു നിന്നിട്ട് ആ ബേക്ക് ഭാഗം തമോഗർത്തമായി. തമോഗർത്തം ഇപ്പോഴുണ്ടല്ലോ, ബഹിരാകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു സാധനമല്ല ഇപ്പോൾ ഉള്ളത്, 2 സാധനമുണ്ട്. ഒന്ന് ചൈനീസ് വൻമതിലും ഇപ്പൊ അതിനേക്കാളും വ്യക്തമായിട്ട് കാണുന്നത് RP കുസൈന്റെ പിൻഭാഗത്തുള്ള തമോഗർത്തമാണ് പോലും. തമോഗർത്തം. ആ തമോഗർത്തം പിൻഭാഗത്ത് രൂപീകരിക്കാൻ വേണ്ടിട്ട് RP കുസൈൻ ചെയ്ത കഠിനമായ പ്രവർത്തനങ്ങൾ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ഉസ്താദെ. കാരണം സംഘികൾക്കും ക്രിസംഘികൾക്കും വേണ്ടി അഹോരാത്രം രാവും പകലുമില്ലാന്ന രീതിയിൽ കുനിഞ്ഞും ചെരിഞ്ഞും കമന്നും കിടന്ന് എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട് ഇദ്ദേഹം. എന്നിട്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പിൻഭാഗം കഴുകാൻ വേണ്ടി എത്ര കോടിക്കണക്കിന് ഉറുപ്പിയുടെ അർപ്പിക്ക് വേണമെന്നറിയാം. അതിനുവേണ്ടി ഇനി എത്ര നാൾ ഇദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞും കമിഴ്ന്നും ചെരിഞ്ഞും കിടക്കേണ്ടി വരും ഉസ്താദെ. ഇനിയും ആ തമോഗർത്തം എത്രമാത്രം വികസിക്കുന്നു ആർക്കും അറിയില്ല. കാരണം RP കുസൈന് ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പടച്ചോന് വരെ പറയാൻ കഴിയില്ല. അത്രമാത്രം ഭീകരമായ ഒരു തമോഗർത്തം RP കുസൈന്റെ പിൻഭാഗത്ത് രൂപീകരിക്കപ്പെടുന്ന കാര്യം നമ്മൾ മലയാളികൾ വളരെ പേടിയോടുകൂടി നോക്കിക്കാണേണ്ടതായിരിക്കുന്നു ഉസ്താദെ, നോക്കിക്കാണേണ്ടതായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ RP കുസൈൻ ചെരിഞ്ഞും കുനിഞ്ഞും കമന്നും നിന്നുകൊണ്ടുള്ള ഈ നായ്പണി മരിക്കുന്നത് വരെ തുടരുക തന്നെ ചെയ്യും. ഈ നാടിന്റെ ഗ്രഹാതുരത്വം എന്ന് പറഞ്ഞാൽ എന്തറിയാമോ? പള്ളിയിലെ ബാങ്കും ക്ഷേത്രത്തിലെ പ്രഭാതഗീതങ്ങളും ചർച്ചിലെ മണിയുടെയൊക്കെ ഇതിന്റെയൊക്കെ സംഗമ ഭൂമിയാണ് ഈ നാടിന്റെ യഥാർത്ഥ വൈവിധ്യം എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ മനുഷ്യന്റെ മനസ്സും അങ്ങനെയാണ്. ഒരു ബാങ്കിനെ മാത്രം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ സാധനം. ബാങ്ക് അതിന് നൂറ്റാണ്ടുകളുടെ വഴക്കമുണ്ട്. ആലപ്പുഴ നഗരത്തിൽ ഒരു പ്രധാനപ്പെട്ട പള്ളിയുടെ നിർമ്മാണത്തിന് ഒരു ക്രൈസ്തവൻ സംഭാവന കൊടുത്തു. എന്തിനാ കൊടുത്തതെന്നറിയോ? അയാൾ പ്രഭാതത്തിൽ ബാങ്ക് കേട്ടാണ് ഉണരുന്നത്. അതുകൊണ്ട് ആ ബാങ്കിനോടുള്ള സ്നേഹം കൊണ്ട് പള്ളി നിർമ്മിച്ചപ്പോൾ ഒരു ക്രൈസ്തവൻ ആ പള്ളിക്ക് സംഭാവന കൊടുത്തു. ഇതൊക്കെയാണ് ഈ നാടിന്റെ പ്രത്യേകത. ഇനി നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ അള്ളാഹു മാത്രമാണ് ദൈവം, യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്നൊക്കെ ഒരാൾക്ക് വിശ്വസിക്കാനോ അത് പറയാനൊക്കെ ഇവിടെ അവകാശമുണ്ട്. ഇത് ഖുർആനിലുള്ളതും ഹദീസിലുള്ളതും അതുപോലെ തന്നെ ബൈബിളിലുള്ളതും ഒക്കെ മാത്രമല്ല, സാക്ഷാൽ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നെന്താ? സ്വധർമ്മോ ശ്രേയസ്കരം പരധർമ്മോ ഭയാവഹ. സ്വധർമ്മോ സ്വന്തം ധർമ്മം ശ്രേയസ്കരം മഹത്തരമാണ്, എന്നാൽ പരധർമ്മോ ഭയാവഹ മറ്റു ധർമ്മങ്ങൾ അത് ഭയം ജനിപ്പിക്കുന്നതാണെന്ന് ഗീതയും പറയുന്നുണ്ട്. അത് പറയാൻ അവകാശമുണ്ടെന്ന്, വിശ്വസിക്കാൻ അവകാശമുണ്ടെന്ന് എനിക്ക് വരെ പരിചയം പറയട്ടെ. ഉസ്താദെ, നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, RP കുസൈനോട് പണിക്കുവാൻ പറഞ്ഞേക്കല്ലേ അതോന് പിടിക്കൂല. പിന്നെ പണിക്കെങ്ങാനും പോയിട്ട് ഓന് വേർത്ത് കഴിഞ്ഞാല് ഓന്റെ ഈ വിഷമുള്ള വേർപ്പ് നമ്മുടെ ഈ പുണ്യമായ മലയാള ഭൂമിയിൽ വീണ് കഴിഞ്ഞാല് ഈ ഭൂമി മലിനമായി പോകും. അത്രമാത്രം വിഷമാണ് ഇതുപോലുള്ളവന്റെ ഒക്കെ വേർപ്പ് പോലും ഉസ്താദെ. പിന്നെ ഇവൻ അറിയുന്ന ഏക പണി ഇവൻ എടുക്കുന്നുണ്ടല്ല, ഉത്തരേന്ത്യൻ ചാണകങ്ങൾ കൊണ്ടുപോകുന്ന പച്ച ചാണകം അതുപോലെ വിഴുങ്ങുക. എന്നിട്ട് ഇവന്റെ സ്വന്തം ചാനലിൽ ഇരുന്നിട്ട് അതിന്റെ കുത്തിക്കഴപ്പ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുക. ആരെങ്കിലും ഇവനെ ഫോണ് വിളിച്ചിട്ട് ഇവനെ എതിർക്കുമ്പോൾ ഇവന് പിടിച്ചു നിൽക്കാൻ കയ്യായി വരുമ്പോ എതിരാളിനെ തന്തക്ക് വിളിക്കുക, സുഡാപ്പിയാക്കുക, അല്ലെങ്കിൽ സംസാരിക്കാൻ വിടാതെ ഇരിക്കുക. അതാണ് ഇവന്റെ പരിപാടി. എന്നിട്ടൊന്ന് റേറ്റിംഗ് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോ, പരാജയമാണെന്ന് തോന്നുമ്പോ ഇവന്റെ കൂട്ടത്തിൽ തന്നെ കുറെ തെണ്ടികളുണ്ട്, ഒരു പണിക്കും പോവാത്തെ. അവരെ കൊണ്ട് വിളിപ്പിക്കും ഓരോ മുസ്ലിം പേരിട്ടിട്ട്. എന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് ഇവൻ വിജയിച്ചതായി അഭിനയിക്കും. അങ്ങനെയാണ് ഇവന്റെ റീച്ച് കൂട്ടുന്നത്. അത് നമ്മളെ വിവരമില്ലാത്ത ചാണകസംഖ്യകൾ വിശ്വസിച്ചിട്ട് ഇവന് വേണ്ടി കൈയടിക്കും. എന്തായാലും ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടുന്ന പച്ച ചാണകം അതുപോലെ സംഘികൾക്ക് വേണ്ടി പച്ചക്ക് വിഴുകുന്നില്ലേ, അതുപോരാഞ്ഞിട്ട് ഇവിടെ കുനിഞ്ഞും ചെരിഞ്ഞും കമന്നിട്ട് സംഘികൾക്കും ക്രിസംഘികൾക്കും വേണ്ടി ഇവന്റെ പിൻഭാഗത്ത് തമോഗർത്തം വലുതാക്കുന്നില്ലേ. അപ്പോൾ സംഘികൾക്കിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പണി കൊടുക്കുന്നതും നല്ലതാണ് ഉസ്താദെ. അതുകൊണ്ട് RP കുസൈനെ കേരളത്തിലെ ബാങ്ക് വിളിയും അമ്പലത്തിലെ ഭക്തിഗാനവും ക്രിസ്ത്യൻ പള്ളിയിലെ മണിയടിയും ഈ കേരളത്തിൽ ഇനിയും തുടരും. ജീവനുള്ളിടത്തോളം കാലം അത് തുടരുക തന്നെ ചെയ്യും. നീ ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടുന്ന പച്ച ചാണകം അതുപോലെ കഴിച്ചിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കുനിഞ്ഞു നിന്നാൽ നിന്റെ തമോഗർത്തം വികസിക്കുകയല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല RP കുസൈനെ. അത് നീ മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ നിന്റെ മനസ്സും നിന്റെ പിന്നിലുള്ള തമോഗർത്തവും നിന്റെ കയ്യിലുള്ള RP കൊണ്ട് കഴുകി വൃത്തിയാക്കാൻ ഒന്ന് ശ്രമിക്കുക RP കുസൈനെ. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു RP കുസൈനെ നിന്നോട്, ഇവിടെ ഹിന്ദുവിന് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല, ക്രിസ്ത്യൻ പള്ളിയിൽ മണിയടിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, അതുപോലെ ക്രിസ്ത്യാനിക്കും യാതൊരു കുഴപ്പമില്ല, അതുപോലെ മുസ്ലിമിനും യാതൊരു കുഴപ്പമില്ല. കുറച്ച് സംഘികൾക്കും കുറച്ച് ക്രിസംഘികൾക്കും കുരുപൊട്ടുന്നത് കൊണ്ട് മലയാളി ആ ശീലം ഒഴിവാക്കാൻ നോക്കുകയുമില്ല. നീയൊക്കെ എത്ര കുറിച്ചാലും എത്ര കുരുപൊട്ടിയാലും നിന്റെയൊക്കെ തമോഗർത്തം വികസിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ അൻസാരി ഉസ്താദിനും ഒരു നല്ല സുലാൻ.